ബി ഉണ്ണികൃഷ്ണൻ, നിവിൻ പോളി ടീം ഒന്നിക്കുന്ന പ്രതിച്ഛായ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ചിത്രം മാർച്ച് 26-ന് തിയേറ്ററിലെത്തും. നിവിൻ പോളിക്കൊപ്പം ബാലചന്ദ്ര മേനോനും പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രം കേരള രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെയും മകന്റെയും ജീവിതകഥയാണ് ചിത്രം പറയുന്നത് എന്നുള്ള ഒരു സ്ട്രോങ് റൂമർ ഒക്കെ ഉണ്ടായിരുന്നു. ചിത്രത്തിന്റെ ടീസർ മുൻപ് റിലീസായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു റൂമർ സ്പ്രെഡ് ആയതും. ടീസറിൽ നിന്ന് വ്യക്തമാകുന്നത് കേരള രാഷ്ട്രീയത്തിലെ വളരെ സീനിയറായ ഒരു നേതാവും അദ്ദേഹത്തിന്റെ മകനും ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ കഥയാണ് ചിത്രം പറയുന്നതെന്നാണ്. ഏതായാലും ഗൾഫിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലും ചിത്രത്തിന്റെ റിലീസുമായി മുന്നോട്ട് പോകാനാണ് ബി ഉണ്ണികൃഷ്ണനും ടീമും തീരുമാനിച്ചിരിക്കുന്നത്. ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൽ സാമാന്യം നല്ല റിലീസ് തന്നെ ആയിരിക്കും ഈ ഒരു ചിത്രത്തിന് ലഭിക്കുക. സർവമായിക്കും ബേബി ഗേളിലും ശേഷം തിയേറ്ററിലെത്തുന്ന നിവിൻ പോളി ചിത്രമാണ് പ്രതിച്ഛായ. ബി ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിൽ തുടർ പരാജയങ്ങളാണ് ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നും തിരിച്ചു വരാനുള്ള ഒരു ചിത്രം കൂടിയാണ് പ്രതിച്ഛായ. സർവമായ എന്ന വമ്പൻ ഹിറ്റിന് ശേഷം തിയേറ്ററിലെത്തിയ നിവിൻ പോളി ചിത്രം ബേബി ഗേൾ വമ്പൻ പരാജയമായാണ് മാറിയത്. അതിനാൽ തന്നെ നിവിൻ പോളിക്കും ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് അനിവാര്യമായിരിക്കുകയാണ്. ഗൾഫിലെ പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ഓവർസീസ് കളക്ഷനിലൊക്കെ വലിയ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആട് 3ക്ക് ശേഷം മറ്റൊരു മലയാള ചിത്രം കൂടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ തിയേറ്റർ ഉടമകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഏതായാലും കാത്തിരിക്കാം ചിത്രം ബോക്സ് ഓഫീസിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്നറിയാൻ.